അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക. അപ്പം പുരോഗമനവാദികൾ പറയുന്നത് വിവാഹം എന്നത് പുരുഷന് മാത്രം ബെനിഫിറ്റ് ഉള്ള കാര്യമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത്തരം കാഷ്വൽ റിലേഷൻഷിപ്പുകളാണ് എന്ത് പുരുഷന് മാത്രം ബെനിഫിറ്റ് നൽകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ലിവിങ് ടുഗദറിൽ നമുക്ക് നോക്കിയറിയാം. അപ്പോൾ അതിൽ രണ്ടുപേര് സെപ്പറേറ്റഡ് ആയി കഴിഞ്ഞതിന് ശേഷമാണ് ആ സ്ത്രീ പ്രഗ്നൻ്റ് ആണ് എന്നുള്ളത് അറിയുന്നുണ്ടെങ്കിൽ ആ പുരുഷന് എന്ത് ഉത്തരവാദിത്തമില്ല, ആ കുട്ടീൻ്റെ കാര്യങ്ങൾ നോക്കേണ്ട അല്ലെങ്കിൽ ആ ഒരു ചുമതല ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം അവിടെ വരുന്നില്ല. അപ്പോൾ ആ സ്ത്രീയുടെ ഒരു അവസ്ഥ നോക്കുക. ഈ ഒരു കുട്ടിയെ വളർത്തണം, പരിപാലിക്കണം, ആ ചുമതലകളൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഫിനാൻഷ്യലായിട്ട് ആ കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്തം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ മേലെ വരുന്നുണ്ട്. അപ്പോൾ സിംഗിളായിട്ട് കുട്ടികളെ നോക്കുന്ന മാതാക്കളുടെ എണ്ണം എന്ത് ചെയ്യുന്നു, വർദ്ധിച്ചു വരുന്നുണ്ട് ഇത്തരം റിലേഷൻഷിപ്പുകളിലാവുന്നവരുടെ അവസ്ഥയിൽ. അപ്പോൾ ഈ ഒരു പുരുഷനെ നോക്കുക, പുരുഷൻ എന്ത് ചെയ്യുന്നു, വേറൊരു സ്ത്രീയെ നോക്കി പോകും, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായുള്ള ഒരു ജീവിതം നയിക്കാനുള്ള ഒരു ഓപ്ഷനാണ് അവിടെ ഉള്ളത്. പക്ഷേ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുന്നു, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഒറ്റയടിക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കുടുംബം എന്നുള്ള ആശയത്തിൻ്റെ ഒരു മഹത്വം നമുക്ക് മനസ്സിലാവുന്നത്. ഇസ്ലാമിലെ കുടുംബത്തിലെ എന്താണ് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ നിന്റെ കടമകൾ ചെയ്യുക അങ്ങനെയുള്ള രീതിയിലല്ല, നമ്മൾ എന്നുള്ളൊരു ആശയത്തിനാണ് അവിടെ എന്ത് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സ്ത്രീയുടെയും പുരുഷൻ്റെയും റോളുകൾ ജോയിൻ്റ് ആയിട്ടുള്ള ഒരു കോർഡിനേഷൻ വഴിയുള്ള ഒരു നല്ല ജീവിതമാണ് കുടുംബജീവിതത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ഇനി ഇൻഡിവിജ്വലിസം ആണ് വിവാഹത്തിനോട് നമുക്ക് എതിർപ്പ് തോന്നാനുള്ള മറ്റൊരു കാരണം. അതായത് എൻ്റെ കാര്യങ്ങൾ നടക്കണം, അതിന് തടസ്സമാണ്, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ ഭംഗി പോകും ഒരു കുട്ടിയെ പ്രസവിച്ച്, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വിവാഹത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഈ ഒരു കുടുംബം എന്നൊരു ആശയത്തിൻ്റെ മഹത്വം എന്താണുള്ളത്. ഇവിടെ എല്ലാവരുടെ മനുഷ്യാവകാശം എന്ത് ചെയ്യുന്നുണ്ട്, ഒരേപോലെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്ത്രീ, പുരുഷൻ, അതുപോലെ കുട്ടികൾ, അതുപോലെ വൃദ്ധരായിട്ടുള്ള ആളുകൾ എന്നൊക്കെ. അപ്പം പുരോഗമനവാദികൾ പറയുന്ന പോലുള്ള ഇൻഡിവിജ്വലിസം മാത്രമാണ് നമ്മുടെ സമൂഹത്തിലുള്ളതെങ്കിൽ എന്താണ്, വൃദ്ധരായിട്ടുള്ള ആളുകളെ നോക്കാൻ ആരും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ കുട്ടികളുടെ മനുഷ്യാവകാശം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഹനിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാഷ്വലായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വരുന്ന കുട്ടികളും ഒരു നല്ല കുടുംബ അന്തരീക്ഷമുള്ള അവിടുന്ന് വരുന്ന കുട്ടികളും തമ്മിൽ വ്യക്തമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. വൈ മാരേജ് മാറ്റർ എന്നുള്ളൊരു സ്റ്റഡി ഉണ്ട്. അപ്പോൾ അതിലൊരു 30ഓളം കാരണങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള രണ്ട് റിലേഷൻഷിപ്പുകളിലുമുള്ള വ്യത്യാസങ്ങളെ പറ്റി. അപ്പോൾ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്ത്, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഇപ്പം പാരൻസ് സെപ്പറേറ്റഡ് ആയി അങ്ങനെയുള്ള വിഷയങ്ങൾ ഒക്കെ ഉള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ അവരുടെ സ്വഭാവങ്ങളിൽ എന്തുണ്ട്, പ്രകടമായി കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കുടുംബം എന്നുള്ളത് എന്താണ്, സുരക്ഷിതത്വം നൽകുന്ന വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നുള്ളതാണ്.